വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. കറുകപ്പള്ളിയിലെ ഒരു ഗൃഹോപകരണ ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ ഗോഡൌണിനകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തുകയാണ്. ആ ഗോഡൌണിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ആ തീ പടർന്ന് വന്നത്. അവിടെ ഈ ഹാർഡ്ബോർഡ് സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെയാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത്. അതിന് താഴത്തെ നിലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ ഗൃഹോപകരണങ്ങളടക്കം സൂക്ഷിച്ചിട്ടുണ്ട്. അതായത് ഈ ഗൃഹോപകരണ വിതരണക്കാർ ഉപഭോക്താക്കളിൽ നിന്ന് തിരിച്ചെടുക്കുന്ന സാധനങ്ങളടക്കം ഇങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ താഴേക്ക് തീ പടർന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മുകൾ നിലയിലാണ് തീപിടുത്തം സംഭവിച്ചത്. ആദ്യം അങ്ങോട്ടേക്കാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രവേശിച്ചിരിക്കുന്നത്. 5 ഫയർ യൂണിറ്റുകളാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ഇതൊരു കറുകപ്പള്ളി ഒരുപാട് ജനവാസം ഉള്ള മേഖലയാണ്. വളരെ കൂടുതൽ വീടുകളൊക്കെ ഉള്ളൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കൂടുതൽ തീ പടരാതിരിക്കുക, ആ ഒരു നീക്കമാണ് ഫയർഫോഴ്സിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഗ്യാസ് ഗോഡൗൺ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൂടുതൽ പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി എത്രയും വേഗം ഈ തീ അണയ്ക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഉണ്ട്. ഇത് എത്ര മണിയായപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത്? ഒരു അരമണിക്കൂർ ആയിട്ടുള്ളൂ. ഈ മുകളിലത്തെ നിലയിലാണ് ആദ്യം തീപിടുത്തമാണല്ലോ, അത്രേ ഉള്ളൂ. ആ മുകളിൽ മാത്രമേ കത്ത് പിടിച്ചിട്ടുള്ളൂ. അവിടെ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കയറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഭാഗത്ത് അണച്ചു കഴിഞ്ഞാൽ ഇത് തടയാൻ പറ്റും. ഇവിടെ എന്താണ് ഇത് സൂക്ഷിക്കുന്നത്? ഇവിടെ കൂടുതൽ ഈ പിന്നെ ഹാർഡ്ബോർഡ് പെട്ടിയാണ് അതിൻ്റെ മുകളിൽ കൂടുതൽ ഉള്ളതെന്നാണ് അവർ പറയുന്നത്. താഴത്തെ മുറിയിൽ പറ്റി AC-യുടെ യൂണിറ്റിൻ്റെ ഇതൊക്കെ ഉണ്ട് അതിനകത്ത്. ഇവിടെ ഈ ഗൃഹോപകരണ ഗോഡൗൺ മാത്രമല്ല, ഇത് ഇവിടെ അജ്മൽ ബിസ്മയുടെ കുറേ സാധനങ്ങൾ ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. AC-യും കാര്യങ്ങളൊക്കെ അതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഓൾറെഡി ഇപ്പോൾ തീനെ സംബന്ധിച്ച് ഈ സൈഡ് ഒഴിച്ച് ബാക്കി ഫ്രണ്ടിൽ മാത്രമേ കുറച്ച് കത്തുന്നുള്ളൂ. അത് ഉടനെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ഞാനിപ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്നതാണ്, സാധിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രദേശം പോലീസും അതേപോലെ നാട്ടുകാരുമാണ് ഇതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് ചെയ്തത്. നാട്ടുകാരുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇത് അടയ്ക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പ്രദേശത്തൊരു ഗ്യാസ് ഗോഡൗൺ ഉണ്ട്, അതുകൊണ്ട് വലിയൊരു ആശങ്ക ആൾക്കാർക്കുണ്ട്. ജനങ്ങളുടെ ഒരു ആശങ്ക ഉണ്ട് അതിൽ, ഗ്യാസ് ഗോഡൗണിൻ്റെ പേരിൽ. അതിൻ്റെ പേരിൽ ജനങ്ങൾ ഈ പ്രദേശത്ത് കറുകപ്പള്ളിയെ സംബന്ധിച്ച് പ്രത്യേകതയുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാലും ജനങ്ങൾ അപ്പോൾ തന്നെ ഓടിയെത്തി അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് പ്രദേശവാസികളാണ് ഉള്ളത്. ഈ ഫയർഫോഴ്സ് എല്ലായിടത്തും ഈ ബിൽഡിങ്ങിന് ചുറ്റും പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? കൂടുതൽ ഫയർ യൂണിറ്റുകൾ ചുറ്റും എത്തിയിട്ടുണ്ട്. എല്ലാ പ്രദേശത്തും കൂടി ഫയർഫോഴ്സിന് പോകാനുള്ള സംവിധാനങ്ങൾ ഈ പ്രദേശത്ത് ജനങ്ങളാണ് ആദ്യം തന്നെ സൗകര്യം ചെയ്തു കൊടുത്തത്. ഈ ബിൽഡിങ്ങിൻ്റെ 4 വശത്തും ഇപ്പോൾ ഫയർ യൂണിറ്റുകൾ എത്തി ഈ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വളരെ ഊർജ്ജസ്വലമായി തന്നെ വേഗത്തിൽ തീയണയ്ക്കാനുള്ളൊരു നീക്കം ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിൻ്റെ തീപിടുത്തമുണ്ടായ ഏറ്റവും മുകൾ നിലയിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രവേശിക്കുകയാണ്. അത് അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ പ്രവേശിക്കുമ്പോൾ അവർ പ്രത്യേക ഡ്രസ്സൊക്കെ ധരിച്ച്, അതായത് തീപിടുത്തമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് അവർ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് പുറത്ത് പുകയാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ശ്വാസോടസമൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുമൊക്കെ തന്നെ എടുത്തുകൊണ്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് പ്രവേശിക്കുന്നത്. മുകൾ നിലയിലെ തീ അണയ്ക്കാൻ കഴിഞ്ഞാൽ ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമാകുമെന്നതാണ് ഉദ്യോഗസ്ഥർ കണക്കൂട്ടുന്നത്. ആ രീതിയിലുള്ള ഒരു നീക്കമാണ് അവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ കറുകപ്പള്ളി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു ഗ്യാസ് ഗോഡൗൺ അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പെട്ടെന്ന് തന്നെ പരിഭ്രാന്തരായി അവർ ഓടിയെത്തി വേഗത്തിൽ തന്നെ ഈ ഫയർ യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതിനുള്ള സൗകര്യമടക്കം നാട്ടുകാരൊക്കെ തന്നെ സംഘടിച്ച് അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് നൽകുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ ബിൽഡിങ്ങിൻ്റെ 4 വശത്തേക്കും ഇപ്പോൾ ഫയർ യൂണിറ്റിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പല തലങ്ങളിൽ നിന്നുകൊണ്ട് ഫയർ യൂണിറ്റുകൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകൾ നിലയിലേക്ക് കയറാനുള്ള ലാഡർ വഴി പുറത്തുള്ള ഏണി വഴിയാണ് ഇപ്പോൾ ഫയർ ഉദ്യോഗസ്ഥർ കയറിയിരിക്കുന്നത്. അങ്ങനെ പല ഭാഗത്തു നിന്നും കൂടി അകത്തേക്ക് കയറിക്കൊണ്ട് തീ എത്രയും വേഗം നിയന്ത്രണ വിധേയമാക്കുക, ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. താഴേക്ക് തീ പിടിച്ചാലായിരിക്കും അത് ഗുരുതരമായി മാറുക. അത് തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീയണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി ബിനിൽ, എന്താണെങ്കിലും വലിയൊരു തീപിടുത്തം തന്നെയാണ്. കാരണം 5 യൂണിറ്റ് ഫയർഫോഴ്സ് 4 യൂണിറ്റ് ഫയർഫോഴ്സ് ഒക്കെ എത്തുക എന്ന് പറയുന്നത് അത് വലിയൊരു തീപിടുത്തം തന്നെയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മുകൾ നിലയിൽ നിന്നും പുക ഉയരുന്നത് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. കറുകപ്പള്ളിയിലെ ഒരു ഗൃഹോപകരണ ഗോഡൌണിലാണ് ഈ ഒരു തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കൽ ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അവരിപ്പോൾ 3ാമത്തെ നിലയിലേക്ക് കയറി ഈ തീ പിടിച്ച ഭാഗത്തേക്ക് കയറി അകത്തേക്ക് കയറി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ
തുടങ്ങിക്കഴിഞ്ഞു. എത്രയും വേഗം തീ നിയന്ത്രണ വിധേയമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ബിനിലാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.